ജാർഖണ്ഡിൽ ബി.ജെ.പി. വിരുദ്ധ നിലപാടിന് തുടക്കമിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ഗൂഢാലോചന നടത്തി തന്നെ ജയിലിലടച്ച ബി.ജെ.പി. ജാർഖണ്ഡിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും. ജനങ്ങൾ ബി.ജെ.പിയെ വെറുതെ വിടില്ല. അവരുടെ അന്ത്യം അടുത്തിരിക്കുകയാണ്. 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് വീട്ടിലെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചതിങ്ങനെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയായിരുന്നു ഹേമന്ത് സോറനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തത്. മോദിയുടെ പ്രതിപക്ഷ വേട്ടയുടെ ഇരയാണ് ഹേമന്ത് സോറൻ എന്ന പ്രചരണത്തെ ഇനി കൂടുതൽ കടുപ്പിക്കാൻ ഹേമന്തിന്റെ വരവോടെ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നതും ഉറപ്പാണ്. വ്യാജരേഖയുടെ സഹായത്തോടെ 8.36 കോടി രൂപയുടെ ഭൂമി കൈക്കലാക്കിയതും ഉൾപ്പെടെ 3 കേസുകളായിരുന്നു ഇ.ഡി. ഹേമന്ത് സോറന് നേരെ ചുമത്തിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി.ജെ.പി. നടത്തിയ രാഷ്ട്രീയ തന്ത്രമാണ് അറസ്റ്റ് എന്ന ആരോപണം ഉയർന്നതോടെ അത് വലിയ വിവാദത്തിനും വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അഴിമതി കേസിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്തത് പ്രതിപക്ഷ ആരോപണത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്തതാണ്. സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജാർഖണ്ഡിൽ മോദിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധവും സോറന്റെ അറസ്റ്റ് തന്നെയായിരുന്നു. ഫലം പുറത്തു വന്നതോടെ 2019 11 സീറ്റുണ്ടായിരുന്ന ബി.ജെ.പിയെ 8 സീറ്റിൽ ഒതുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. സോറന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ് പലർക്കുമുള്ള മറുപടിയാണെന്ന് ഇന്ത്യ സഖ്യം പറയുമ്പോഴും ചെമ്പൈ സോറന്റെ പടിയിറക്കത്തെ കുടുംബവാശിയുടെ ഇരയെന്ന രീതിയിൽ പ്രചരണം നടത്തുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. സോറനും കുടുംബവും ജാർഖണ്ഡിനെ സ്വന്തമായ ഒരു കുടുംബ സ്വത്താക്കി മാറ്റിയെന്നതാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇത് വരും ദിവസങ്ങളിൽ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. വരുന്ന നവംബർ ഡിസംബർ മാസത്തിലാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഹേമന്ത് സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്നതാണ് ഇന്ത്യ സഖ്യം കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല സോറനെതിരെ കോടതി തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയതോടെ ഇത് ബി.ജെ.പിക്കെതിരെ ആയുധമാക്കുമെന്ന ഇന്ത്യ സഖ്യവും കണക്ക് കൂട്ടുന്നുണ്ട്. ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിലെത്തിയ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള നേതാക്കളും ജാർഖണ്ഡിൽ എത്തിയതും വലിയ ചർച്ചയായ വിഷയമാണ്.